അതായത് മുമ്പ് റോമാനഗരം വെന്തിരിഞ്ഞപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ കേരളത്തിൽ അത് നടപ്പാക്കിയത് നമ്മുടെ വനം മന്ത്രി ശശീന്ദ്രനാണ്. ഒരു പാവം ആദിവാസി സ്ത്രീയെ കടുവ കൊന്ന് ആ കടുവ വീതിയിൽ ഒരു ജനത മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ എങ്ങനെ മന്ത്രിക്ക് പാട്ട് പാടാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അദ്ദേഹം ഒരു കോൺഗ്രസ് സംസ്കാരത്തിൽ വന്ന ഒരാളല്ലേ, അദ്ദേഹത്തിന് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? അതുകൊണ്ട് അദ്ദേഹം ഈ കേരളത്തിനോട് തന്നെ അദ്ദേഹം മാപ്പ് ചോദിക്കണം. അത്രയേറെ തെറ്റാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അവിടെ ആദിവാസികളെല്ലാം ഭയപ്പെട്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. എപ്പോഴാണ് വന്യമൃഗങ്ങൾ ആക്രമിക്കുക എന്നറിയില്ല. ഒരു ഭാഗത്ത് കടുവ, മറ്റേ ഭാഗത്ത് ആന. ഇങ്ങനെ ജനം ആകെ പൊറുതി മുട്ടി നിൽക്കുമ്പോൾ ഒരു നയം രൂപീകരിക്കാൻ ഈ മന്ത്രിക്ക് കഴിയുന്നില്ല, സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. എന്നിട്ട് പാട്ട് പാടുകയാണ്. ഇത് ജനതയെ അവഹേളിക്കുകയാണ്. അതുകൊണ്ട് മന്ത്രി മാപ്പ് പറയണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ നീക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പോലും അദ്ദേഹത്തിനെ വേണ്ട. പിന്നെ എന്തിനാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ ക്യാബിനറ്റിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ബ്രൂവറി വിഷയത്തിൽ ആകെ പിണറായിക്കും രാജേഷിനും മാത്രമേ താല്പര്യമുള്ളൂ. ബാക്കി ആർക്കും താല്പര്യമില്ല. CPIക്ക് താല്പര്യമില്ല. പാലക്കാട് CPMൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് പോലും താല്പര്യമില്ല. ഇത് പണം അടിച്ചു മാറ്റാൻ വേണ്ടി മുഖ്യമന്ത്രിയും അതിന് കൂട്ടു നിൽക്കുന്ന എക്സൈസ് മന്ത്രിയും ഇതൊരു കാരണവശാലും നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി, ബ്രൂവറി യൂണിറ്റ് പാലക്കാട് എലപ്പുള്ളി സ്ഥാപിക്കുന്ന പ്രശ്നവുമില്ല. ഞങ്ങൾ ഏതറ്റം വരെയും പോവും. അതൊരിക്കലും ആ പദ്ധതി അവിടെ നടപ്പാവില്ല. പരിപൂർണ പരാജയമാണ്. ഗവൺമെൻറ്റിന് ഒരു നയവുമില്ല. ഈ വന്യമൃഗങ്ങളുടെ കയ്യിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാനുള്ള ഒരു പദ്ധതി സർക്കാരിനില്ല. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഒരു സംവിധാനവും നടക്കുന്നില്ല. അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി സർക്കാർ എടുത്തില്ലെങ്കിൽ ജനം വയലൻ്റ് ആവും. അതിന് ജനത്തിന് കുറ്റം പറയരുത്. അങ്ങനത്തെ ഒരു ചർച്ചയില്ല. അതൊക്കെ അങ്ങനത്തെ ഒരു കാര്യവും എവിടെയും നടക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. സർവേക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം UDFന് ഭൂരിപക്ഷം കിട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. സർവേ ഒരു തെറ്റൊന്നുമല്ല. സർവേ മുമ്പ് നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഏതായാലും നല്ല മെജോറിറ്റി വേണമെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതിന് കൂടുതൽ സീറ്റ് കിട്ടേണ്ടത് കോൺഗ്രസിനാണ്. കോൺഗ്രസിന് ഒരു 60 സീറ്റും ചുരുങ്ങിയത്. ഘടകകക്ഷികൾക്കെല്ലാം കൂടെ 30 സീറ്റും കിട്ടിയാൽ കംഫർട്ടബിൾ മെജോറിറ്റിയായി. അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കും. തൃപ്തിയുണ്ടല്ലോ. എന്താ ആർക്കും അസംതൃപ്തി ഉള്ളത്? ഒരു തൃപ്തി കുറവുമില്ല. തൃപ്തിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആരുടെ ഭാഗത്തുനിന്നും വന്നില്ല. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ തല്ലിപ്പിക്കാൻ ആര് നോക്കിയാലും നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പിണറായിനെ ഇറക്കുന്നത് വരെ വിശ്രമമില്ലാത്ത ജോലിയാണ്. ഒറ്റക്കെട്ടായി.